നമ്മളെന്താ ഇതൊരു ആൺകുട്ടി ഇതൊരു പെൺകുട്ടി. ഓക്കെ, ഇവരുടെ ശരീരം ഹ്യൂമൻ ബീങ്സ് ആണല്ലോ അവർ. അവരുടെ ശരീരം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. എത്ര ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്? രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്നാമത്താണ് സൊമാറ്റിക് സെല്ല്, രണ്ടാമത്താണ് സെക്സ് സെല്ല്. ഈ സൊമാറ്റിക് സെൽസ് ആണ് ബോഡിയുടെ ഫീച്ചേഴ്സ് തീരുമാനിക്കുന്നത്. സെക്സ് സെല്ലാണ് എന്ത് തീരുമാനിക്കുന്നത്? കുട്ടി ആൺകുട്ടി ആവണോ പെൺകുട്ടി ആവണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് രണ്ട് സെക്സ് സെല്ലാണുള്ളത്. ഒന്ന് സ്പേം ഉണ്ട്, അടുത്തതാണ് എഗ് അല്ലെങ്കിൽ ഓവം ഉണ്ട്. ഓക്കെ അല്ലേ? പിന്നെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഈ സൊമാറ്റിക് സെൽ എന്താണ്? ഡിപ്ലോയിഡ് സെല്ലാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? രണ്ട് നമുക്ക് നമ്മൾ ഈ സെല്ല് പറയുന്ന സമയത്ത് നമ്മൾ ഏതിനെ ഫോക്കസ് ചെയ്യുന്നത്? ന്യൂക്ലിയസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ലിയസിൽ സൊമാറ്റിക് സെൽസിൻ്റെ ഒരു സെൽ എടുക്കുക. സൊമാറ്റിക് സെല്ലിൻ്റെ ന്യൂക്ലിയസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ 46 ക്രോമസോംസിനെ കാണാൻ പറ്റും. സെക്സ് സെൽസിൻ്റെ കേസിൽ അവരെന്താണ്? ഹാപ്ലോയിഡ് ആണ്. അവരുടെ ന്യൂക്ലിയസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എത്ര കാണാൻ പറ്റും? 23 ക്രോമസോംസിനെ കാണാൻ പറ്റും. ഇനി നമുക്ക് സൊമാറ്റിക് സെല്ലിലേക്ക് വരാം. സൊമാറ്റിക് സെൽസിൻ്റെ ന്യൂക്ലിയസിൽ 46 ക്രോമസോംസിനെ കാണാൻ പറ്റും. അത് ഡിപ്ലോയിഡ് ആണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ രണ്ട് സെറ്റ് ഓഫ് ക്രോമസോംസ് ഉണ്ടാവും. എത്ര സെറ്റ്? രണ്ട് സെറ്റ്. ഒരു സെറ്റ് എവിടെ നിന്ന് കിട്ടുന്നതാണ്? അച്ഛനിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അച്ഛനിൽ നിന്ന് കിട്ടുന്ന ഒരു സെറ്റിൽ എത്ര ക്രോമസോംസ് ഉണ്ട്? 23 ക്രോമസോംസ്. അടുത്ത സെറ്റ് എവിടെ നിന്ന് കിട്ടുന്നതാണ്? അമ്മയിൽ നിന്ന് കിട്ടുന്നതാണ്. ആ അമ്മയിലത്ത് കിട്ടുന്ന അടുത്ത സെറ്റിൽ എത്ര ക്രോമസോംസ് ഉണ്ട്? 23 ക്രോമസോംസ്. അങ്ങനെയാണ് അവർക്ക് 46 ക്രോമസോംസ് കിട്ടിയത്. നേരെ മറിച്ച് നമ്മൾ ഹാപ്ലോയിഡ് സെൽസിൽ, സെക്സ് സെൽസിൽ അവിടെ എന്താണ്? 23 ക്രോമസോംസ്. ഒരു സെറ്റ് ഓഫ് ക്രോമസോംസ് മാത്രമേ എവിടെയുള്ളൂ? ഹാപ്ലോയിഡ് സെല്ലിലുള്ളൂ. ഡിപ്ലോയിഡ് സെല്ലാണെങ്കിൽ രണ്ട് സെറ്റ് ഓഫ് ക്രോമസോംസ് ഉണ്ടാവും. മനസ്സിലായപ്പോൾ നമ്മുടെ ശരീരത്തിൽ രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. സൊമാറ്റിക് സെൽസും സെക്സ് സെൽസും. സൊമാറ്റിക് സെൽസ് ഡിപ്ലോയിഡ് ആണ്. അവരുടെ ന്യൂക്ലിയസിൽ നമുക്ക് 46 ക്രോമസോംസിനെ കാണാൻ പറ്റും. 23 അച്ഛനിൽ നിന്ന് കിട്ടിയതും 23 അമ്മയിൽ നിന്ന് കിട്ടിയതും. മനസ്സിലായോ?